കേരള രാഷ്ട്രീയത്തിൽ ജാതി സമവാക്യം മാറി മറിയും എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ജാതി സമവാക്യമാണ് എപ്പോഴും നിർണായക ഘടകമായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നുകൂടി പ്രബലമാവുകയും ചെയ്യും. LDFിലും UDFിലുമുള്ള രണ്ട് ഘടകകക്ഷികളെ കുറിച്ച് നമുക്കൊരു അന്വേഷണം നടത്തി നോക്കാം. ഒന്ന്, UDFിലുള്ള ഘടകകക്ഷികളിൽ പ്രധാനിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDFിലെ പ്രധാന ഘടകകക്ഷി കോൺഗ്രസിന് മേൽ അധികാരം പലപ്പോഴും പ്രയോഗിക്കാറുള്ള, അധികാര സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഘടകകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ UDFിനോട് ആഭിമുഖ്യമുള്ള പലരും വിട്ടുനിൽക്കുകയും ചെയ്യും. ലീഗിൻ്റെ ഈ അപ്രമാദിത്വം കാരണം, ലീഗിന് ഇത്രത്തോളം അപ്രമാദിത്വം നൽകിയത്, ന്യൂനപക്ഷം എന്നുള്ള പരിഗണനയിലൂടെ കൊടുത്തത് UDF ആണെന്ന്, കോൺഗ്രസ് ആണെന്ന് വ്യക്തമായി ഏവർക്കും അറിയാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5ാം മന്ത്രി, അതുണ്ടാക്കിയ വിവാദം ചില്ലറയല്ല. 2026 ഇവർ അധികാരത്തിൽ വരാൻ പോകുമ്പോൾ 5ാം മന്ത്രിയല്ല 6ാം മന്ത്രിയിലേക്കും പോകും. അതിനോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ഇവർ നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരു ദീർഘകാലം രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പരിചയസമ്പന്നനായിട്ടുള്ള ഒരാൾ ഉപമുഖ്യമന്ത്രി പദമല്ല കാണുന്നത്, മുഖ്യമന്ത്രി പദം തന്നെയാണ്. അത്തരത്തിൽ നീക്കം നടത്തിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര സീറ്റ് കൊടുക്കുന്നുണ്ടോ അതൊക്കെ തന്നെ അവർ സുരക്ഷിതമായിട്ട് നിയമസഭയിൽ എത്തിക്കാൻ ശ്രമിക്കും. കോൺഗ്രസ് 90 സീറ്റിൽ മത്സരിച്ചാലും എത്തുന്നത് അത്ര 20-23 സീറ്റിലൊക്കെ അല്ലേ എത്തിയിട്ടുള്ളൂ. അതിനകത്ത് ഇവർക്ക് സംഘടിതമായി നിന്നുകൊണ്ട് മുഴുവൻ എത്തിക്കാനുള്ള ഒരു കെട്ടുറപ്പ് അവർക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ലീഗിന് അതല്ല, അതുണ്ട്. അവർ 27 സീറ്റ് മത്സരിക്കും, 19 സീറ്റ് ഇപ്പോൾ തന്നെ ഉണ്ട്, അത് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. മുസ്ലിം സംഘടനകളെല്ലാം കൂടി മുസ്ലിം ലീഗിനകത്ത് കുടക്കീഴിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI, പോപ്പുലർ ഫ്രണ്ടിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങളും ഒക്കെ മുസ്ലിം ലീഗിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഏവർക്കും നന്നായിട്ടറിയാം. LDF പറഞ്ഞല്ലോ, കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞ എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയും SDPIയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഉപേക്ഷിച്ചിട്ട്, തീവ്രവാദ കക്ഷികളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ വരൂ, നിങ്ങൾക്ക് ഞങ്ങൾ റെഡ് കാർപ്പറ്റ് വിരിച്ച് നിങ്ങളെ ഞങ്ങൾ AKI സെന്ററിന്റെ ഒരിടം ഞങ്ങൾ തരാം എന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലക്കാട്ടും നിലമ്പൂരിലും നമ്മൾ കണ്ടതാണ്, ഇവരെല്ലാം തന്നെ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ നിൽക്കുകയാണ് ചെയ്തത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിൽ ആദ്യം ആഹ്ലാദ പ്രകടനവുമായിട്ട് ഇറങ്ങിയത് SDPI അല്ലേ? അതുപോലെ തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചതാര്? മുസ്ലിം ലീഗാണ്. എന്തുകൊണ്ട്? കേരളത്തിലൊരു നിലമ്പൂരിൽ വൻ വിജയമുണ്ടായാൽ കേരളത്തിൽ ഒരു UDF തരംഗമുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കക്ഷി നിർണായകമായിട്ടുള്ള ഒന്നാണ്. ഈ കേരളത്തിലെ ഏത് ഭരണം വന്നു കഴിഞ്ഞാലും അതിലുള്ള മറ്റൊരു ഘടകകക്ഷിയാണ് ഇപ്പോൾ LDFിലുള്ള കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം. UDFിലും ഒരു കേരള കോൺഗ്രസ് ഉണ്ട്, അത് ജോസഫാണ്. എവിടെയും കേരള കോൺഗ്രസ് കാണും, കാരണം പിളർന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ കേരള കോൺഗ്രസിന് ഇതിന് ഉള്ളതെന്ന് പറയുന്നത് അതിനും സാമുദായിക സംഘടനയുടെ പിന്തുണയുണ്ടെന്നുള്ളതാണ്. കേരള കോൺഗ്രസ് കർഷകർക്ക് വേണ്ടി രൂപം കൊണ്ട പാർട്ടിയാണ്, മലയോര കർഷകരുടെ സംരക്ഷകരാണ്. ആ കേരള കോൺഗ്രസിലെ കൂടുതൽ പേരും ക്രൈസ്തവരാണ്.
എന്ന് വിചാരിച്ച് ക്രൈസ്തവർക്ക് മാത്രമേ അതിൽ പ്രവേശമുള്ളൂ എന്നല്ല അർത്ഥം. ക്രൈസ്തവർക്കാണ് മുൻതൂക്കം ഉള്ളത്. പള്ളിയും പട്ടക്കാരും ഒക്കെയാണ് അത് നിയന്ത്രിക്കുക വരെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ LDF വിട്ട് UDF വരണമെന്ന് ജോസ് കെ മാണിയോട് നിരന്തരം ആവശ്യപ്പെടുന്നത് പള്ളിക്കാർ തന്നെയാണ്, സഭാ മേധാവികൾ തന്നെയാണ്. ജോസ് കെ മാണി വിഭാഗം 2020 അങ്ങോട്ടേക്ക് പോകുന്നത്, LDF പോകുന്നത്. അപ്പോൾ ഈ ക്രൈസ്തവ വിഭാഗം, ഇതുപോലെ തന്നെ ജോസഫ് വിഭാഗവും ഇപ്പുറത്ത് PJ ജോസഫിന്റെ നേതൃത്വത്തിൽ. ഇനിയിപ്പോൾ PJ ജോസഫ് അല്ല ആ സ്ഥാനത്ത് മത്സരിക്കാൻ പോകുന്നത്. തൊടുപുഴയിൽ PJ ജോസഫിന്റെ മകൻ അബു ജോസഫ് ആയിരിക്കും. പക്ഷെ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം PJ ജോസഫ് തന്നെ തുടരുമെന്നുള്ളതാണ്. അപ്പൊ അതിലും ക്രൈസ്തവ സ്വാധീനമാണ് ഉള്ളത്. അപ്പോൾ നോക്കണം, ഏത് ഭരണം വന്നാലും അതിനകത്ത് കേരള കോൺഗ്രസ് ഉണ്ടായിരിക്കും. കേരള കോൺഗ്രസിന്റെ പിന്നാലെ ഇങ്ങനെ പലരും കൂടും. പണ്ട് KM മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരള കോൺഗ്രസ് എന്ന് പറയുന്ന സുന്ദരിയുടെ പിന്നാലെ പലരും ചുറ്റിത്തിരിയും. ശരിയല്ലേ? UDF ഇപ്പൊ കടന്ന്, കോൺഗ്രസ്സുകാർ ഇപ്പൊ കടന്ന് കറങ്ങുകയല്ലേ ജോസ് കെ മാണിയുടെ പിന്നാലെ. കുഞ്ഞാലിക്കുട്ടി അതിന്റെ ആസൂത്രകനാണ്, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നുകിൽ ഇവരെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത്. ഇപ്പൊ മുസ്ലിം ലീഗിനെ കൂട്ടാനായിട്ട് LDF ശ്രമിക്കുന്നില്ലേ? ഇനിയിപ്പോൾ നോക്കിക്കോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിനകത്ത് വലിയ ചർച്ചയും കാര്യങ്ങളും ഒക്കെ പുരോഗമിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അധികം നാളുകളില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് 2026 പിണറായി വിജയൻ തുടരണമോ, മൂന്നാം വട്ടം ഭരണത്തിലേക്ക് പോകുമോ, കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ, ഇതൊക്കെ നമ്മൾ അറിയാൻ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ്. പണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് വേണ്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യപ്പെടുത്തത്തില്ലായിരുന്നു. കാരണം അതൊരു പ്രാദേശിക രീതിയിൽ ഒതുങ്ങത്തേ ഉള്ളൂ. ഇപ്പോൾ ആ പ്രാദേശികതയൊക്കെ അങ്ങ് വിട്ടുപോയി. അതിനും ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭയെയും ലോകസഭയെയും ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ് പോകുക. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDFന്റെ സ്ഥിതി എങ്ങനെയാണ് എന്ന് നോക്കും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭരണമില്ലാതെ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അവർക്കും ചില കർക്കശമായ നിലപാടെടുത്തുകൊണ്ട് ചില കടുങ്കൈ ചെയ്യേണ്ടി വരും. LDF പോയാൽ എന്താ കുഴപ്പം? LDF തന്നെ 2026 അധികാരത്തിൽ വരികയാണെന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ നിറം മാറും. അവര് 5 വർഷത്തിൽ കൂടുതൽ ഭരണം ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പാർട്ടിയാണ്. ഇതിപ്പോ 10 വർഷവും കഴിഞ്ഞു. ഇനി അടുത്ത തവണയും കിട്ടിയില്ലെങ്കിൽ 15 വർഷമാകും. ഒരു വ്യക്തിക്ക് ഭ്രാന്ത് പിടിക്കും, ഒരു പാർട്ടിക്ക് മുഴുവൻ ഭ്രാന്ത് പിടിച്ച് കളയുക എന്ന് പറഞ്ഞാൽ അത് ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, അത് സംഭവിക്കും. അതുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. ലീഗും കേരള കോൺഗ്രസും, കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വരുമോ, ലീഗ് അങ്ങോട്ട് പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള, അതോ കേരള കോൺഗ്രസ് ഇങ്ങോട്ടേക്ക് വന്ന് UDF ഭരണം അധികാരത്തിൽ വരുമോ, അതോ പിണറായി ഭരണം തുടരുമോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലീഗ് അങ്ങോട്ടേക്ക് പോകുമോ? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.